അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാമ്പഴക്കറിയാണ്. മാമ്പഴ പുളിശ്ശേരിയല്ല, മാമ്പഴക്കറി. പുളിശ്ശേരി എന്ന് പറയുമ്പോൾ തൈര് ചേർക്കുമല്ലോ, ഇത് തൈര് ചേർത്തിട്ടില്ല. അപ്പം ഇനി കഴിഞ്ഞ ദിവസം മാങ്ങ കിട്ടിയപ്പോൾ ഞാനിതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള അരപ്പ് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കാന്താരി മുളക്, ഇത്രയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇതൊന്ന് തിളപ്പിക്കാൻ വെച്ചു. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ, ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കണം. ആ ജാറ് കഴുകി ആ വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇച്ചിരി കുറുകിയ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒന്ന് ഒത്തിരി വെള്ളം പോലത്തെ കറിയല്ല, ഇച്ചിരി കുറുകിയ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അരപ്പിൻ്റെ കൂടെയും ചേർത്തിട്ടുണ്ട്. മാങ്ങയിലുള്ള മഞ്ഞൾപ്പൊടി അല്ലാണ്ട് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലേ കളറ് കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് അത് ചേർത്തത്. തിളക്കി യോജിപ്പിച്ച് ഇനി നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് നല്ല മൊരിഞ്ഞ് വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. അത് മൊരിഞ്ഞ് വരട്ടെ. നമുക്ക് ഇളക്കി കൊടുത്ത് പാകത്തിന് മൊരിഞ്ഞ് വന്നാൽ ഉള്ളി ശരിക്കും മൂക്കണം. ഉള്ളി മൂത്തില്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളി പച്ചയ്ക്ക് കിടക്കണം. ഉള്ളി നല്ല മൊരിഞ്ഞ് വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി തീ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ആ മൂപ്പിച്ച് വെച്ച സാധനങ്ങൾ ചേർത്ത് കൊടുത്ത്, ഇപ്പം ഞാൻ ഇളക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വെതറി വെച്ചിട്ട് മൂടി വയ്ക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ ഇളക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ കറി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഇളക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ട്.